മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശോഭാ സുരേന്ദ്രന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ വിജയവുമായി ബന്ധപ്പെട്ട് കേരളം എങ്ങനെയാണ് പിടിക്കാൻ പോകുന്നത് എന്നും അതേപോലെ തന്നെ SDPI എന്ന തീവ്രവാദികൾ എന്ന് വിളിച്ചുകൊണ്ടും ഒരു ഒന്നൊന്നര പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാകാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും. അത് തടഞ്ഞു നിർത്തണമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും SDPI-കാരൻ തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറഞ്ഞതെങ്കിൽ അവിടെയാണ് ജനങ്ങൾ പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഒരു ഭാഗത്ത് നിന്നാ മതി. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും SDPI-യും പോപ്പുലർ ഫ്രണ്ടും സർവത്ര മൂർഖം പാമ്പ് അങ്ങനെയുള്ള മുഴുവൻ ഭീകരവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കി, ഞങ്ങൾ 100 അടിച്ചു, ഞങ്ങൾ അങ്ങനെ അടിച്ചു പറത്തി, ഞങ്ങൾ വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ഭരണകൂടത്തിനെ നയിക്കാൻ എത്രയോ വർഷത്തെ പരിണിത പ്രജ്ഞതയുള്ള നമ്മുടെ മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ VV രാജേഷിനെ അവിടെ നമ്മൾ ചെയർമാനാക്കി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഒരു SC കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവന്ന ആശാനാഥ് എന്ന് പറയുന്ന എന്റെയും നിവേദിതയുടെയും ഒക്കെ അനിയത്തിക്കുട്ടിയായി കേരളം കണ്ടിട്ടുള്ള ആ പെൺകുട്ടിയെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അനന്തപുരിയുടെ ഭരണകൂടം തിരുവനന്തപുരത്തിന്റെ BJP ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ കൊടിവെച്ച കാറും വൈസ് ചെയർമാന്റെ കൊടിവെച്ച കാറും കണ്ടപ്പോ ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: സർവേ വിശുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം അപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകം ജപിച്ചു. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നത്? നിങ്ങൾ അവസാന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ലേ? അവരുടെ പാർട്ടി ആസ്ഥാനത്ത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വാഹനം കണ്ട സമയത്ത് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജാതി മത വർഗ ലിംഗഭേദമന്യേ സകലർക്കും സുഖത്തിനും സൗഖ്യത്തിനും അതേപോലെ തന്നെ അവരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരേപോലെ, സകലർക്കും വേണ്ടി ഒരേപോലെ, അവരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ഭാരത സംസ്കാരം. നമ്മുടെ ഭാരത സംസ്കാരം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളത് ബോധമുള്ള ഏതൊരു മലയാളിക്കും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ SDPI-ക്ക് കൃത്യമായിട്ട് എടുത്തിട്ട് അതൊരു തീവ്രവാദ സംഘടനയാണ്, അത് തീവ്രവാദികളാണ് എന്നുള്ളതും കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ പൊക്കിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ UDF-നോ LDF-കാർക്കോ വിളിച്ചു പറയാൻ സാധിക്കും? നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന SDPI-യെ അവർ തീവ്രവാദികളാണ് എന്ന് വിളിച്ചു പറയാൻ നമ്മുടെ കേരളത്തിലെ UDF-നോ LDF-നോ സാധിക്കോ? ഇത് ബോധമുള്ള കേരളത്തിലെ മതഭേദമന്യേ സകല മലയാളികളും ചിന്തിക്കേണ്ടതാ. ഈ SDPI-ക്ക് നമ്മുടെ നാട്ടിൽ വളർന്നാൽ നമ്മുടെ പൊതുസമൂഹത്തിന് അപകടമാണ്, ഒരു തർക്കമില്ലാത്ത വിഷയ. എന്നാൽ ഈ SDPI-യെ, പോപ്പുലർ ഫ്രണ്ടിനെ, ജമാഅത്തെ ഇസ്ലാമിനെ, ഇങ്ങനെ സകല സംവിധാനങ്ങളെയും വളർത്തുന്നത് കേരളത്തിലെ ഇടതും വലതുവാ. ഒരു തർക്കമില്ലാത്ത വിഷയ, ഒരു തർക്കം അതിലാർക്കും വേണ്ട. ഈ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ വളരാൻ കാരണം നമ്മുടെ കേരളത്തിൽ മാറി മാറി ഭരിച്ചിരുന്ന UDF-ഉം LDF-ഉമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അവര് വളർത്തിയത് കൊണ്ട് അവര് വളർന്നിട്ടുള്ളത്. മറ്റൊന്ന് കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി, മറുഭാഗത്ത് കോൺഗ്രസ്, CPM, CPI, അതേപോലെ തന്നെ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇങ്ങനെ SDPI സകല, അതായത്
മുള്ളും മുരുക്കും മുറുക്കൻ പാമ്പ് വരെയുള്ള സകല വിഷ ആളുകളെയും കൂട്ടിയിട്ടാണ് ഒരു ഭാഗത്ത് BJPക്കെതിരെ ഇവർ അണിനിരക്കുന്നത്, മറുഭാഗത്ത് BJP ഇവരോട് പൊരുതിയിട്ട ഭാരതീയ ജനതാ പാർട്ടി കേരളത്തില് നമ്മുടെ തലസ്ഥാന നഗരിയില് അധികാരത്തിലേക്ക് എത്തിയത്. ഈ അധികാരത്തിലേക്ക് BJP എത്തുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് ഇവിടെ UDF-ഉം LDF-ഉം കൃത്യമായിട്ട് തിരുവനന്തപുരം നഗരസഭയിലൊക്കെ കൃത്യമായിട്ട് പ്രചരണം നടത്തിയിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയാൽ, മേയറായി കഴിഞ്ഞാൽ നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവും. അത് നമ്മുടെ കേരളത്തിൽ ഉടനീളം UDF-ഉം LDF-ഉം നിരന്തരം പ്രചരിപ്പിച്ചോ. ഇനി അവര് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് എതിരാളികൾ പോലും UDF-ഉം LDF-ഉം പോലും മനസ്സിലാക്കി കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി അധികം വൈകാതെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. ഒരു ഭാഗത്ത് തട്ടിപ്പ്, വട്ടിപ്പ്, അതേപോലെ തന്നെ ജിഹാദിസം, സുഡാപ്പിസോ, അങ്ങനെ സകല ഗുലാബി സംവിധാനങ്ങളും ഒരു ഭാഗത്ത്. ഇത് ബോധമുള്ള മലയാളികൾ ചിന്തിക്കില്ലേ? ഇവിടെ സമാധാനം വേണം, ഇവിടെ സുരക്ഷ വേണം, ഇവിടെ സൗകര്യങ്ങൾ വേണം, വികസനം വേണം, എഡ്യൂക്കേഷൻ വേണം, സകല മേഖലകളും ഒരേപോലെ വികസിക്കണം. അത് നരേന്ദ്രമോദി സംവിധാനങ്ങൾ രാജ്യത്ത് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അവർക്ക് നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് വികസനം ചെയ്യാൻ സാധിക്കും, സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങ് നിരോധിച്ചത്? കോൺഗ്രസ് രാജ്യം അടക്കി ഭരിക്കുന്ന സമയത്തല്ലേ ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ ഇടതും വലതും മാറി മാറി കേരളത്തിൽ ഭരിച്ചിട്ട് എന്തെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഈ പറയുന്ന UDF-നോ LDF-നോ ഒരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. എന്നാൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സമാധാനത്തിൽ നമ്മുടെ കേരളത്തില് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ കാരണം നരേന്ദ്രമോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചത് കൊണ്ടാ. അതേസമയം VD സതീശൻ കേരളത്തിൽ ഇപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി അവരെന്തെങ്കിലും വർഗീയത ചെയ്തിട്ടുണ്ടോ, അവരെന്തെങ്കിലും വർഗീയത നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയാ ഒരു ഉളുപ്പമില്ലാതെ VD സതീശൻ മുന്നോട്ട് വന്ന് അത്തരത്തിലാ ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം നിറകേടാണ് ലോകം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധമുള്ള സകല മനുഷ്യർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ. ആ വിഷയത്തെ പോലും VD സതീശൻ ഉളുപ്പില്ലാതെ ചോദിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്തു വർഗീയത ചെയ്ത് അവരെയും കൂട്ടിയിട്ട കോൺഗ്രസ് ഒരു ഭാഗത്ത്, LDF-ഓ അതേ ശൈലിയിൽ തന്നെ ഇത്തരം സംഘടനകളെയും കൂട്ടിയിട്ട് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനെ നേരിടാനിറങ്ങുക, പ്രീണിപ്പിച്ചിട്ട് ജിഹാദി വോട്ട് കിട്ടി വിജയിക്കുന്നതിനും നല്ലത് അന്തസ്സിൽ ഒരു മൂലക്കങ്ങി ഇരിക്കുന്നതല്ലേ? അതല്ലേ UDF-നും LDF ഒക്കെ അന്തസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ അത് അവർ ചെയ്യില്ല. അവർക്ക് ഏത് വിധേനയും അധികാരം കിട്ടണം. അതിനു വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാല്, പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കാല്, SCP ആണ് SCPയുടെ കാല്, ഏത് കാല് പിടിക്കാനും ഞാൻ ബാക്കി പറയുന്നില്ല. എന്തിനും UDF LDF ഇവിടെ തയ്യാറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം നാടിന്റെ വികസനത്തിന്, നാടിന്റെ സമാധാനത്തിന് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി സംവിധാനങ്ങള് നമ്മുടെ ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിച്ച് എത്ര സുന്ദരമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പോലും ആ പ്രസംഗം അങ്ങ് അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ സുഖത്തിനും സൗഖ്യത്തിനും ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ സാധിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. ആ സുന്ദരമായ നമ്മുടെ ഭാരത സംസ്കാരം അത് ഉയർത്തിപ്പിടിക്കുന്നവർ അധികം വൈകാതെ തന്നെ കേരളം പിടിക്കും. ഇതൊക്കെ ഏതൊരു ആൾക്കും ചെറിയൊരു ബോധത്തോടു കൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് എന്നോട് എന്നെ സംഖ്യയെന്നും എന്നെ എന്തെങ്കിലും തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇവിടെ പറയുന്നത് പരമ യാഥാർത്ഥ്യമാണ്, പച്ച യാഥാർത്ഥ്യമാണ്, കേരളത്തിൽ നടക്കാൻ പോകുന്നതാണ്. അധികം വൈകാതെ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.